പാലസ്തീൻ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഗാസ മുനമ്പിൽ അടിയന്തരമായിട്ട് സമ്പൂർണമായ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നാണ് ഇന്ത്യ UN-ൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹമാസ് ഭീകരർ ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡാണ് ഇന്ത്യ ഇപ്പോൾ UN-ൽ എടുത്തിരിക്കുന്നത്. കാരണം കുറേ നാളുകളായിട്ട് ഈ യുദ്ധം തുടരുകയാണ്. ഇത് കാരണം ആർക്കും ഒരു പ്രയോജനവുമില്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. അന്ന് ഹമാസ് അഴിച്ചുവിട്ട ആക്രമണം ഒരു മഹായുദ്ധത്തിലേക്കാണ് പലസ്തീൻ ജനതയെ തള്ളിവിട്ടത്. ആ യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. പാലസ്തീന് വേണ്ടിയാണ്, പാലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് നടത്തിയ ആക്രമണം സത്യത്തിൽ പാലസ്തീന്റെ തന്നെ നിലനിൽപ്പിനെയാണ് ഇന്ന് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ പോലെ ഒരു വലിയ ശക്തിയോട് പൊരുതി നിൽക്കാൻ ഹമാസിന് സാധിക്കുകയില്ല. ഇറാന് പോലും അത് ബുദ്ധിമുട്ടാണ് എന്നിരിക്കെ ഇറാന്റെ പരോക്ഷ പിന്തുണയോടുകൂടി നിലനിൽക്കുന്ന ഒരു സാധാരണ സായുധ സംഘടനയ്ക്ക് ഇസ്രായേൽ സൈന്യത്തോട് എത്ര നാൾ പൊരുതി നിൽക്കാൻ കഴിയും? ഈ യുദ്ധത്തിൽ എത്രത്തോളം പിഞ്ചു കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അതിദാരുണമായി കൊല്ലപ്പെടുന്ന കാഴ്ചകൾ നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിന് നടുക്കുന്ന ഈ ദൃശ്യങ്ങൾക്ക് ഒരു അറുതി വരണ്ടേ? ആ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾക്കൊരു അവസാനം ഉണ്ടാകണ്ടേ? ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പാലസ്തീന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരുടെ എടുത്തുചാട്ടം കാരണം പാലസ്തീന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ ആക്രമണം സത്യത്തിൽ ആ ജനതയെ തന്നെ കഷ്ടപ്പാടിലേക്ക് തള്ളിയിടുകയായിരുന്നു. ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് വരെ ഇത്രയും ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇപ്പോഴാകട്ടെ കിടപ്പാടം വരെ നഷ്ടമായി തെരുവുകളിൽ കിടക്കേണ്ട ഗതികേടാണ്. അത് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിന്റെ ബോംബുകൾ വന്ന് പതിക്കാമെന്ന ഭീതിയോടെ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും കൊണ്ട് എവിടെ പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരു വലിയ ജനതയ്ക്ക് തീർച്ചയായിട്ടും മാന്യമായും ലഭിക്കേണ്ട മനുഷ്യാവകാശങ്ങൾ ലഭിച്ചേ മതിയാകൂ. ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ ക്ലിയർ ആണ്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ ഹമാസ് ആക്രമണം നടത്തുന്നത്. അപ്പോൾ തന്നെ ഇന്ത്യ അതിനെ ശക്തമായിട്ട് അപലപിച്ചു. കാരണം സമാധാനത്തോടുകൂടി തങ്ങളുടെ അവധി ദിനങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരുന്ന മനുഷ്യരുടെ മേലാണ് അന്ന് ഹമാസ് ആക്രമണം നടത്തിയത്. അക്കൂട്ടത്തിലും സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമൊക്കെ ഉണ്ടായിരുന്നു. യാതൊരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ അവർ നടത്തിയ ആക്രമണം ഇസ്രായേലിനെ ശക്തമായ തിരിച്ചടിക്ക് പ്രേരിപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറെടുത്തതിന്റെ ഭാഗമായി വലിയ നാശനഷ്ടം മറുഭാഗത്തുമുണ്ടായി. ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി. തീർച്ചയായും രണ്ടു ഭാഗത്തും മരണപ്പെട്ടത് മനുഷ്യരാണ്. മനുഷ്യന്മാർക്ക് ഏത് മനുഷ്യൻ അപകടത്തിൽപ്പെട്ടാലും ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടാലും തീർച്ചയായും വേദന ഉണ്ടാകും. അവിടെ അവരുടെ ജാതിയോ മതമോ നിറമോ ഗോത്രമോ ഒന്നും ഒരു ഘടകമേ ആകില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രദേശമോ നമ്മുടെ നേരിട്ടൊരു അയൽ രാജ്യമോ പോലുമല്ല ഇസ്രായേലോ പാലസ്തീനോ. പക്ഷേ നമ്മൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് നമ്മളെപ്പോലെ മനുഷ്യരാണ് അവരെന്ന് കരുതി തന്നെയാണ്. എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. ഏതൊരു സാഹചര്യത്തിലും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടുക തന്നെ വേണമെന്നാണ് ഇന്ത്യ UN-ൽ വ്യക്തമാക്കിയത്. ഗാസ മുനമ്പിൽ അടിയന്തരമായ വെടിനിർത്തൽ നടപ്പിലാകണം. മാനുഷിക സഹായവും ദുരിതാശ്വാസ സഹായവും അർഹതയുള്ളവരിലേക്ക് എത്തപ്പെടണം. അതിന് തടസ്സങ്ങൾ ഉണ്ടാകരുത്. ബന്ദികളാകപ്പെട്ട ഓരോരുത്തരെയും നിരുപാധികം വിട്ടയക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നുവെന്നാണ് ഇന്ത്യയുടെ പ്രതിനിധി രവീന്ദ്ര പറഞ്ഞത്. ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ ഇരു കക്ഷികൾക്കും ഇടയിൽ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ ഇന്ത്യ പ്രശംസിക്കുകയും ചെയ്തു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതിനാണ് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും പരമാധികാരം സംരക്ഷിക്കപ്പെടണം. ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരത്തെ ഇന്ത്യ എക്കാലവും പിന്തുണയ്ക്കുന്നു. ദീർഘകാലമായി ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിതാണ്. വിവിധ ഘട്ടങ്ങളിലായി $120 മില്യൺ സഹായം ഇന്ത്യ പാലസ്തീന് കൊടുത്തിട്ടുണ്ട്. 2018 മുതൽ UNRWAക്ക് ഇന്ത്യ $5 മില്യൺ വാർഷിക സംഭാവനയും നൽകുന്നുണ്ട്. ഈ വർഷത്തെ ആദ്യഗഡു സഹായം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൈമാറിയിരുന്നുവെന്നും രവീന്ദ്ര വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വളരെ കൃത്യമായി തന്നെ ഇന്ത്യ പറയുന്നുണ്ട്. അതായത് ഈ പലസ്തീന് ഒരു രാജ്യമായും ഇസ്രായേൽ ഒരു രാജ്യമായിട്ടുമുള്ള ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നത്. രണ്ടു രാജ്യങ്ങളുടെയും പരമാധികാരം സംരക്ഷിക്കപ്പെടണം. ബന്ദികളാക്കിയവരെ ഹമാസ് യാതൊരു ഡിമാൻഡുമില്ലാതെ വിട്ടുകൊടുക്കണം. മേഖലയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണം. ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കണം. സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്.